ഹലോ, ഇന്നത്തെ നല്ലൊരു ഡിന്നർ കോംബോ ആണ്. ചിക്കൻ തവ മസാലയും ബട്ടർ നാണെന്ന് പറയാൻ കഴിയില്ല, ഒരു ബട്ടർ ബ്രെഡ്. ഞാണെന്ന് കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാ ചിക്കൻ തവ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ തൈ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതാ ചിക്കനിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അരച്ചെടുത്തതുമാണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ചിക്കൻ ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ക്യുമിൻ സീഡ്, നമ്മൾ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള ഒന്ന് അരച്ചെടുത്തതാണ്, അതിൽ ചേർത്തിട്ട് നല്ലോണം അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. സവാള റെഡി ആയിട്ട് വരുമ്പം അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി അത് നല്ലോണം അരച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് നിറച്ചിലും മല്ലിപ്പൊടിയും, ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടിയും, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, 1 ടീസ്പൂണ് ഗരം മസാലയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. പൊടിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടാകുമ്പോൾ ചിക്കൻ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, നല്ലോണം മിക്സാക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണേ. ചിക്കൻ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്കിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഞാൻ ഒരു 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. ഇനി അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് മല്ലിയിലയും കൂടി ഇട്ടെടുത്താൽ ചിക്കൻ തവ മസാല റെഡിയായി. ഇനി നമുക്ക് ബട്ടർ ബ്രെഡ് ഉണ്ടാക്കാം. ഞാൻ ഇതിന് ബ്രെഡ് എന്ന് പറയാൻ കാരണം ബട്ടറിനാണ് നമ്മൾ അതിൽ ചിലപ്പോൾ തൈരെല്ലാം ചേർക്കും, പിന്നെ കുറച്ചൊന്ന് ഹാർഡായിട്ടെല്ലാം ഉണ്ടാവുക. പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും, 1/4 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ പഞ്ചസാരയും, 3 ടീസ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെറിയ ചൂടുള്ള വെള്ളം എടുത്തില്ലേ, അതിന് പകരമായിട്ട് ചെറിയ ചൂടുള്ള പാലെടുക്കുക, അല്ലെങ്കിൽ പാലും വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ 3 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. 1 കപ്പിന് 3 കപ്പ് പൊടി എന്നുള്ള അളവിൽ നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിങ്ങനെ ബോൾസാക്കി എടുത്തിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കുക. ഏത് ഷേപ്പിലും അണ്ടിക്കിലും. മെൽറ്റ് ചെയ്ത ബട്ടറിൽ മല്ലിയില കട്ട് ചെയ്തിട്ടതാണ്. നമുക്കിങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്തിട്ടും ചുട്ടെടുക്കാം, ചുട്ട് കഴിഞ്ഞിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 രീതിയിൽ ചൂടാം. ഇതിനുള്ള നമുക്ക് എങ്ങനെ ചുട്ടെടുക്കാം. ഇത് നല്ല ടേസ്റ്റും അങ്ങനെ ഭയങ്കര സോഫ്റ്റ് വരുമേ. ചിക്കൻ്റെ ഗ്രേവി കുറച്ചും കൂടി ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്രീം ചേർത്ത് കൊടുക്കാം. പക്ഷേ ബ്രെഡിനെല്ലാം ഇത് കറക്റ്റാണ് ഈ തിക്നെസ്സിൽ. അപ്പോൾ ഇതാ രണ്ടും നല്ല കോമ്പിനേഷനും നമുക്ക് ഡിന്നറിനും പാർട്ടിയെല്ലാം ഉണ്ടാവാം, നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.